ഹായ് എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മളിപ്പോ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഈ നക്ഷത്ര പോലെ എല്ലാം കെട്ടിയിട്ട് അവരുടെ ഇത് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് എല്ലാം വെച്ചിട്ട് നല്ല പാങ്കുണ്ട്. രാത്രിയില് നല്ല രസമായിട്ട് കണ്ട് ഈ കാലിക്കൊട്ടിലെല്ലാം ആക്കും ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഗൊമ്പകളുടെ മാതിരി എല്ലാം വെച്ചിട്ട് പശു എല്ലാം വെച്ചിട്ട് ഒരു ഉണ്ണിയേശു അതിനും വെച്ചിട്ട് അവര് ഇന്നത്തെ ദിവസം അപ്പൊ അങ്ങനെ ആ ഉണ്ണിയേശുനെല്ലാം വെച്ചിട്ട് അവര് പ്രാർത്ഥിക്കുന്നത്. നല്ല പാങ്ങ് ഉണ്ടാവും അത് കാണാൻ തന്നെ. നമ്മൾ അവിടെ 7th മൈലിൽ ഉണ്ടാവുമ്പോ അതെല്ലാം അവരുടെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതെ അതെ. ഇപ്പൊ ആരില്ലാത്ത തന്നെ ഒരു വീട്ടിൽ അതെ, ഇവിടെ പിന്നെ അപ്പുറത്ത് നമ്മളെ ആൾക്കാരെ ഉള്ളത്. ചെറിയൊരു പാട്ട് പാടാം, ക്രിസ്മസ് അല്ലേ പറട്ടാ. അങ്ങനെ യേശുവിന്റെ 2 വരി പാട്ട് പാടാം. കാലിത്തുഴത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കാലിത്തുഴത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ, കരളിൻ്റെ ചോരയിൽ പാലിൻ്റെ മാധുര്യം കഴുകിക്കളഞ്ഞവനേ, കരളിലെ ചോരയിൽ പാലിൻ്റെ മാധുര്യം കഴുകിക്കളഞ്ഞവനേ, ഹല്ലേലൂയ ഹല്ലേലൂയ, കാലിത്തുഴത്തിൽ പിറന്നവനേ, കരുണ നിറഞ്ഞവനേ. അത്രേ അറിയുള്ളൂ. അതെ. അപ്പൊ എന്റെ അമ്മ അല്ലേ പറഞ്ഞ, എന്റെ അമ്മ ഇതേ പാട്ട് പാടിയോണ്ടുണ്ടായത് ഒരു ടൈമിൽ അമ്മ ഇവിടെ ഉണ്ടാവുമ്പോ. അങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോ എനിക്ക് അമ്മന്റെ അല്ലെങ്കിൽ തന്നെ ഓർമ്മ ഉണ്ടാവും എന്തായാലും. എന്നാ ഈ ഒരു പാട്ട് പാടുമ്പോ ഒരു സങ്കടം വേറെ തന്നെ എനിക്ക്. നിന്റെ അമ്മ നിന്നെ വിട്ട് എത്ര കൊല്ലായി പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ എത്ര വയസ്സുണ്ടാവും? 23 വയസ്സ്. അങ്ങനെ നമ്മുടെ ഈ പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ ഒരു പാട്ടില് നമുക്ക് അത് ആ ഫീല് വരും അല്ലേ? അത് ഓർത്തു പോകും. ഓർത്തു പോകും. കണ്ണ് നിറഞ്ഞു പോയല്ലോ. ഈ പൂങ്കോയിന്റെ തലയിലൊക്കെ ഉണ്ടാവല്ലോ ഒരു ചുട്ടു പോലെ. അതെ അതെ, നല്ല ഉണ്ടല്ലേ. ഇതെന്ത് ചെടി വലട്ടെ? ഇത് കൂവ പോലെ ചെടി, കൂവ ചെടി മുതലുണ്ട്. അതെ, കിഴങ്ങുണ്ടാവോ എന്തോ അല്ലേ അതില്? ഇല്ലല്ലേ. നമുക്ക് മഞ്ഞ ദാസവാള, അതെ അതെ, ചെമ്പരത്തി പാങ്ങുണ്ടല്ലോ. നല്ല രസമുണ്ട്. അതിന്റെ ഉള്ളില് പോയിട്ട് ഇരുന്നു ഉറുമ്പ് നോക്ക്. അതെ അതെ. റോസ് ഇങ്ങനെ ഇരുന്നിട്ട് കൂട് കെട്ടുന്ന മാതിരി ഇരുന്നിട്ട് അതിനൊരു കുസിയല്ലേ അത്. കൊറേ ഉണ്ടല്ലേ. കൊറേ ഉണ്ട്. ഇവിടുന്നൊക്കെ ബട്ടാണി റോസ് പറയുന്നത് ചെറിയ ചെറിയ പൂവ്. ഇത് കൊറേ ഉണ്ടാവും, ഇത് ഒരുപാട് ഉണ്ടാവും ഒരേ ഇതില്. ഇത് നോക്ക്, മറ്റത് നമ്മള് റോസെല്ലാം ഒരു കൊമ്പിലും ഒരു പൂവുണ്ടാവും. ഇത് നോക്ക് എത്ര, 1 2 3 4 5 6 പൂവുണ്ട്. ഇതൊരു കളറാ. ഇതൊരു കളറുണ്ടാ. ഇതെവിടെ നോക്കും ഒരു കളറ്. ഇത് നല്ല കളർ. നല്ല കളറ് നോക്ക് വലത്തത്. ചെറിയ ചെടി, ചെറിയ വെള്ളദാസവാള, ചെമ്പരത്തി, വെള്ള ചെമ്പരത്തി. ഇത് നല്ലത് വലട്ടെ. ഇത് എന്തിനു പറഞ്ഞ മുടിക്ക് എണ്ണ കാച്ചാനും നല്ലത്. അതേമാതിരി നമുക്ക് ഈ പെണ്ണുങ്ങൾക്കെല്ലാം തടിന്നൊരു വെളുപ്പ് പോണത് പറയുമല്ലേ, അങ്ങനത്തെ ഇതിനും നല്ലത്. ഇത് തിന്നല് നല്ലത്. അപ്പൊ ഈ ഇലേനെ അങ്ങനെ നമ്മള് തിന്നാം, കഴുകിട്ട് തിന്നാം. അങ്ങനെ ഞാനിപ്പോ അങ്ങനെ തിന്നുന്നത് എനിക്കിഷ്ടം. ഇത് എവിടെ ഉണ്ടെങ്കിലും ഞാനിത് തിന്നു. അങ്ങനെ നമുക്ക് തിന്ന് ഇതൊക്കെ നല്ലതന്നെ, തടിക്ക് നല്ലത്, നല്ല തണുപ്പുള്ള സാധനം ഇത്.
ആ ഇത് ചെണ്ടുപൂ, ചെണ്ടുമല്ലി. ഒരു ചെടി മതി നിറച്ചു. വഴുതനങ്ങ ചെടിയിൽ ഒരു പൂവായിട്ടുണ്ട്. വലിയ ജാതി വഴുതനങ്ങ വളർത്തത്. വഴുതനങ്ങ പൂവായതല്ലേ? ചെറിയൊരു പൂവ്, ഒരു കായുണ്ട്. ചില സ്ഥലത്തെല്ലാം പൂവായോണ്ടുണ്ട്. ഇതിവിടെ മാങ്ങ, ഇത് നോക്ക് പൂവ്. ചെറിയ ചെടി നമ്മൾ എത്രണ്ട് അത്ര ആയിട്ടുണ്ട് അല്ലേ? എന്റെ അത്ര ആയിട്ടുണ്ട്. കുറച്ച് വലുതായില്ലേ? മാങ്ങയിലെല്ലാം പൂ ജാസ്തി ഉണ്ട്. അപ്പൊ മാങ്ങയിൽ പൂവുണ്ടെങ്കിൽ എന്ത് സൂക്കേട് ജാസ്തി എന്ന് പറയുമോ? അപ്പൊ നമ്മളെ അമ്മേൻ്റെവരെല്ലാം പറയുന്നത് കേട്ടത്. ഇതാ അവിടെ നോക്ക്, ബട്ടർ മരത്തില് പൂവായിട്ടുണ്ട്, കൊറേ നിറച്ചും പൂവായിട്ടുണ്ട്. ഇതാ ബട്ടർ ബൂട്ടർ. ഇതേപോലെ ഈ മാങ്ങ ടൈമിൽ തന്നെ ഈ പൂ ഇതും ബട്ടർ ബൂട്ടറും പൂക്കുന്നത്. ഇതിനെന്തോ പറയൂപ്പാ, അവക്കാട അങ്ങനെ എന്തോ പേരുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഇത് ഫേസ് വാഷ്, പിന്നെ സോപ്പ്, ഇങ്ങനത്തെ എല്ലാം ആക്കും ഈ പഴത്തില്. ആയുർവേദിക് തിന്നാനും നല്ലത്, നല്ല തണുപ്പുള്ളത്. അത് തണുപ്പ്. ഈ ചെടി കൃഷ്ണ തുളസി ചെടി ഇന്ന് വലട്ടെ ഇത് പറയുന്നത്. ഇതാ നല്ല മണം. ഇത് നല്ല മണം ഉണ്ടാവും. ഇത് നല്ല മണം അല്ലെ? ഇതിന്റെ ഇത് നോക്ക്, നമ്മള് തുളസിന്റെ അങ്ങനെ തന്നെ. അതുകൊണ്ടായിരിക്കും ഇതിന് കൃഷ്ണ തുളസി എന്ന് പേരായിരിക്കും അല്ലെ? വലിയ വലിയ ഇല ആയിട്ടുണ്ട് ഇത്. നല്ലത്. ഇത് പുഷുക്കടിക്കെല്ലാം തേക്കും തോന്നുന്നു. ഈ ചൊറിയെല്ലാം ആവുമല്ലേ, അതിനെല്ലാം നല്ലത്. പിന്നെ അവിടെ ഒരു അവര ചെടി ഉണ്ട്. ഈ മഞ്ഞ് ടൈമിലാണ് അവരെല്ലാം പൂക്കുന്നത്. അപ്പൊ അതൊന്നും നോക്കാം. നമുക്ക് വലട്ടാ ചെറിയ അവര, കാട്ടവര പറയൂ. ഇവിടെ നോക്ക്, ഇതാ ഇതില് കായും ആയിട്ടുണ്ട്, പൂവ് നോക്ക്. കണ്ട പൂ, കായ്. ഇത് കായ് ചെറുത്, കുറച്ചും കൂടെ ആവണം അതില്ല പൂക്കണമെങ്കിൽ. ഇത് പൂവല്ലേ? ഇത് പൂവ്. ഇത് പൂവ് നോക്ക്, അവരപ്പൂ. അതെ, ഇതാ കായ്. ഒരു ജൊമ്പ ആവും ഇത്, കൊത്ത് കൊത്തായിട്ട്. കാട്ടവരല്ല, ചെറുതല്ല, ചെറിയത്. അതില് 4 വിത്തേ ഉണ്ടാവുള്ളൂ. ഇതില് 1, 2, 3 അത്രേ വലിയ അവര. ഇതാ കോയി അവര പറയല്ലേ. ആയിട്ടുണ്ട്, മൂത്തിട്ടില്ല, മൂക്കാനാവണേ ഉള്ളൂ. ഇതെങ്ങനെയുണ്ട് പറഞ്ഞാല് ഒരു ബോംബെ മിഠായി കിട്ടുമല്ലോ. ഇത് ഫസ്റ്റ് കൊറോണ ആയ ടൈമിൽ ഒരു ചിത്രം എടുത്തിട്ടുണ്ടായിരുന്നു. ഉരുണ്ട് പോണ ആൾക്കാരനെ പേടിപ്പിക്കാനായിട്ട് അങ്ങനത്തെ ചിത്രം കാണും. അതെയാ? ഈ പഞ്ഞിമിഠായി ഇല്ലേ, പഞ്ഞിമിഠായി ഇവിടെ നോക്ക്, സെയിം പഞ്ഞിമിഠായിന്റെ അങ്ങനെ. അതെ, ഇത് കുറച്ച് ബാടിയ. പിന്നെ ഈ ലെവല് ഇത് നോക്ക്, ഫ്രഷ് പൂ ഇങ്ങനെ നല്ല ഉണ്ടല്ലേ. ഇത് ഇനിയും ഉണ്ട് ഇതില് ബിരിയാനായിട്ട്, ഇനിയും ബാക്കിയുണ്ട്. നല്ല കളറ് പൂവല്ലേ. എന്നാ നമ്മുടെ ബിങ്കോക്കില്ലേ, ബിങ്കോക്ക് പൂ ഭയങ്കര ഇഷ്ടം. അതാ കൊണ്ടുപോകും. എന്നാ കൊണ്ടുപോയി, അതാ പൂ കൊണ്ടുപോയി. പൂ പറിച്ചാ പാടില്ല, എന്റെ കയ്യാ നോക്കുന്നത്. മുല്ലപ്പൂ മാതിരി. മുല്ലന്റെ മൊട്ടിതാ. ഇത് മംഗലാപുരം സൈഡെല്ലാം ജാസ്തി ഉണ്ടാവും. ചെറുങ്ങനെ ഒരു മണം നല്ല ഉണ്ട്. ഇത് നിറച്ചുണ്ടാവും ഈ ചെടിയില്, നിറച്ചുണ്ടാവും ഇത് പൂ. നിറച്ചുണ്ട്. നമുക്ക്
ചെണ്ടുപൂ ആ ചെണ്ടുമല്ലി ഇത് എത്ര ഉണ്ടെന്ന്. ഇത് വേറെ തരാം അല്ലേ. ഇതേ വേറെ കളർ, ഇതൊരു കളർ, ഇതേ ഒരു കളർ, വേറെ വേറെ കളർ. ഇതാ നീല കളർ, വെള്ള കളർ ഉണ്ട്. ശംഖുപുഷ്പം ഉണ്ട് നോക്കൂടെ വലുതാ. ശംഖുപുഷ്പം ആ പൂവിന്റെ കളർ ഉണ്ട്. അത് നല്ലതാ. ഇതിന്റെ ഉള്ളിൽ നോക്കൊരു ശംഖ് പോലെ. ഇതിലൊരു കായ ഉണ്ട് നോക്ക്, ബീൻസ് പോലത്തെ. ബീൻസ് പോലെ ഉണ്ട് ഇതാ. ഇങ്ങനെ പൂവായിട്ട് കായാവല. ആ കായാവല്. ഇതിന് ആ നീല കളർ കിട്ടിയാല് അത് നല്ല മരുന്നാ. മരുന്നിനും എടുക്കൂ, എല്ലാത്തിനും ആവും. ജ്യൂസ് എല്ലാം ആക്കി കുടിക്കും. അത് നല്ലത് തടിക്ക്. പിന്നെ അത് പൂജയ്ക്കും അത്ര, ശിവന്റെ അമ്പലത്ത് പൂജയ്ക്ക് എടുക്കും. കൈ കടിക്കുമെന്ന് പേടി. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം. ബൈ.